നമസ്കാരം. ശിവാനുഗ്രഹം ജീവിതത്തിലേക്ക് വന്നു ചേരണം എന്ന് ആഗ്രഹിക്കുകയും അതിനായി നിത്യവും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണ് ഇവരും. എന്നാൽ ശിവ കവചവുമായി ജനിക്കുന്ന ചില സ്ത്രീകളുണ്ട്. അവരിൽ കാണുന്നതായ ചില പ്രധാനപ്പെട്ടതായ ലക്ഷണങ്ങളുമുണ്ട്. ഈ ലക്ഷണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രകടമാകുന്നു എങ്കിൽ ആ സ്ത്രീകൾക്ക് പ്രധാനമായും പരമശിവന്റെ അനുഗ്രഹം ശിവ കവചമുണ്ട് എന്ന് നിസ്സംശയം പറയാം. ഈ ലക്ഷണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രകടമാകുന്നില്ല എങ്കിൽ ഒരിക്കലും വിഷമിക്കേണ്ടതായിട്ടില്ല. ഭഗവാനെ നിങ്ങൾ നിത്യവും ആരാധിക്കുന്നതിലൂടെ, ശിവമന്ത്രങ്ങൾ നിത്യവും ജപിക്കുന്നതിലൂടെ, സൽപ്രവർത്തികൾ നിങ്ങൾ ചെയ്യുന്നതിലൂടെ ഈ ലക്ഷണങ്ങൾ, ഭഗവാന്റെ കവചം നിങ്ങളിൽ ഇരട്ടിയായി വന്ന് ചേരുക തന്നെ ചെയ്യും. ആ പ്രധാനപ്പെട്ടതായ ലക്ഷണങ്ങളെക്കുറിച്ച് ആദ്യം മനസ്സിലാക്കാം. ഇവർക്ക് വരാൻ പോകുന്ന കാര്യങ്ങൾ അത് എന്ത് തന്നെയാണ് എങ്കിലും മുൻപേ അറിയുവാൻ സാധിക്കുന്നു. ഒരു ഉൾവിളി ഇവർക്കുണ്ടാകും എന്നതാണ് വാസ്തവം. ഇവർ അതിനാൽ ഒരിക്കൽ അത് ചെയ്യേണ്ട എന്ന് പറഞ്ഞാൽ ആ കാര്യം ചെയ്യുകയാണ് എങ്കിൽ വലിയ പ്രശ്നങ്ങൾ വന്നു ചേരാം. ചില കാര്യങ്ങൾ ചെയ്തോളൂ എന്ന് പറയുകയാണ് എങ്കിൽ ആ കാര്യങ്ങൾ മൂലം വളരെയധികം നേട്ടങ്ങൾ മറ്റു വ്യക്തികൾക്കാണ് എങ്കിലും വന്നു ചേരാം. അതവർ ഇവരോട് പ്രത്യേകം എടുത്ത് പറയുന്നതായ കാര്യവുമാകാം. അതിനാൽ തന്നെ മുൻകൂട്ടി പല കാര്യങ്ങളും ഇവർക്ക് പ്രവചിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ഒരു ഉൾവിളിയാൽ പല കാര്യങ്ങളും ഇവർ പറഞ്ഞു എന്ന് വരാം. അത് ഭഗവാന്റെ കൃപാകടാക്ഷത്താൽ, ഭഗവാന്റെ കവചം നിങ്ങളിൽ ഉള്ളതിനാൽ സംഭവിക്കുന്ന പ്രധാനപ്പെട്ടതായ ഒരു ലക്ഷണം തന്നെയാണ്. മഹാഭാഗ്യമാണ് എന്ന് തന്നെ പരാമർശിക്കാം. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എപ്പോഴും സുഖകരമായ കാര്യങ്ങൾ തന്നെ സംഭവിക്കണം എന്നില്ല. ജീവിതമാകുമ്പോൾ പല രീതിയിലും പ്രതിസന്ധികൾ, തടസ്സങ്ങൾ, വിഷമങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. പലർക്കും അതിൻ്റെ കാഠിന്യം കുറഞ്ഞും കൂടിയുമിരിക്കും. എന്നാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം എത്ര തന്നെ പ്രതിസന്ധി ഘട്ടമാണ് എങ്കിലും ഇവർ ടെൻഷൻ ആവില്ല എന്നതാണ് വാസ്തവം. അതിവരെ ബാധിക്കില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. കാരണം ആ കാര്യങ്ങൾ എനിക്ക് തരണം ചെയ്യാൻ സാധിക്കും എന്ന ആത്മവിശ്വാസം വന്നു ചേരും. അതിവരുടെ ഒരു പ്രത്യേകത തന്നെയാണ്. പെട്ടെന്ന് ഇവരെ തളർത്താൻ സാധിക്കില്ല എന്നതാണ് വാസ്തവം. ഏത് പ്രതിസന്ധി ഘട്ടമാണ് എങ്കിലും ഇവർ ശാന്തമായി സംസാരിക്കും, ശാന്തമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ്. അത് ഇവരുടെ കാര്യത്തിൽ മാത്രമല്ല, ഇവരുടെ ഒപ്പം നിൽക്കുന്നതായ വ്യക്തികൾക്കാണ് എങ്കിൽ പോലും ഇവർ ഇത്തരത്തിൽ വളരെയധികം ശ്രദ്ധിച്ച് അല്ലെങ്കിൽ വളരെയധികം ധൈര്യപൂർവം തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നവരാണ്. പ്രതിസന്ധി വന്നാലും തളരില്ല എന്ന് ചുരുക്കം. ബ്രാഹ്മമുഹൂർത്തത്തിൽ അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ടതായ ആ സമയത്ത് സൂര്യോദയത്തിന് മുൻപാണ് എങ്കിലും ഇവർക്ക് ഉണരുവാൻ സാധിക്കുന്നു എന്നതാണ്. പ്രത്യേകിച്ചും ബ്രാഹ്മമുഹൂർത്തത്തിൽ ഇവർക്ക് ഉണരുവാൻ സാധിക്കും. ആ കാര്യം ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടേ ഇരിക്കുന്ന കാര്യമാകും. ഇപ്രകാരം സംഭവിക്കുന്നത് പോലും ഏറ്റവും ശുഭകരമാണ്. ദൈവിക സാന്നിധ്യം ഭൂമിയിൽ ഏറ്റവും കൂടുതലായി അനുഭവപ്പെടുന്നതായ ആ സമയത്ത് നിങ്ങൾക്ക് ഉണരുവാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ അത് ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ കൂടിയാണ്. അല്പസമയമെങ്കിലും തനിയെ ഏകാന്തമായി ഇരിക്കാൻ താല്പര്യപ്പെടുന്നവരായിരിക്കും ഇവർ. അത്തരത്തിൽ നിങ്ങൾക്ക് സംഭവിക്കുന്നു എങ്കിൽ, അല്പസമയം അത്തരത്തിൽ ഇരിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ അതും ഭഗവാന്റെ കൃപാ കടാക്ഷത്താൽ തന്നെയാണ്. പ്രകൃതിയിലെ ചെറിയ മാറ്റങ്ങൾ പോലും ഇവരെ പെട്ടെന്ന് ബാധിക്കും. ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നതും ഭഗവാന്റെ കടാക്ഷത്താൽ തന്നെയാണ്. മൂടിക്കെട്ടിയതായ അന്തരീക്ഷം ഇവർക്ക് ഉന്മേഷക്കുറവ് നൽകുന്നതാണ്. അഥവാ മൂടിക്കെട്ടിയ അന്തരീക്ഷം ഇവർക്ക് ഉന്മേഷക്കുറവ് വന്ന് ചേരുന്നതായ സാഹചര്യമാണ് സൃഷ്ടിക്കുക. അത്തരം കാര്യങ്ങൾ കൂടുതലായും ഇവർക്ക് അനുഭവപ്പെടുന്നതാണ്. എന്നാൽ അമാവാസി നാളുകളോട് അടുത്ത് മനസ്സ് വളരെയധികം അസ്വസ്ഥമാകുന്നതായ സാഹചര്യം ഇവർക്ക് വന്നു ചേരും. എന്തുകൊണ്ടാണ് അസ്വസ്ഥമാകുന്നത് എന്ന് ഇവർക്ക് മനസ്സിലാകണം എന്നില്ല. പക്ഷെ വളരെയധികം അസ്വസ്ഥമായി തീരാം. എന്നാൽ പൂർണിമ നാളുകളിലാണ് എങ്കിൽ നേരെ തിരിച്ചാണ് കാര്യങ്ങൾ. കാരണം അതീവ സന്തോഷം ഇവർക്ക് അനുഭവിക്കുവാൻ സാധിക്കും. അത്തരത്തിൽ സന്തോഷം നൽകുന്നതായ പല കാര്യങ്ങളും ഇവർക്ക് സംഭവിച്ചു എന്ന് വരാം. ചില സമയങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ സംഭവിച്ചില്ല എങ്കിൽ പോലും
മനസ്സ് വളരെയധികം സന്തോഷിക്കുന്നതായ സാഹചര്യമാണ് കടന്നു വരിക. ഇപ്രകാരം സംഭവിക്കുന്നതും ഭഗവാന്റെ അനുഗ്രഹത്താലാണ്. ജീവിതത്തിൽ ഒറ്റയ്ക്കായി പോകുന്നവരാണ് ഇവർ. പലപ്പോഴും ഇവരെ പലരും തിരിച്ചറിയണം എന്നില്ല. അത് വേണ്ടപ്പെട്ടവരാണ് എങ്കിലും ഉറ്റവരാണ് എങ്കിലും പല സന്ദർഭങ്ങളിലും ഇവരെ മനസ്സിലാക്കാത്ത സാഹചര്യം വന്നു ചേരും. അതവർക്ക് വളരെയധികം വിഷമം നൽകുന്നതായ കാര്യമായി തന്നെ മാറും. പലപ്പോഴും ജീവിതത്തിൽ ഇത് സംഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നതാണ്. വേണ്ടപ്പെട്ടവരിൽ നിന്നും അവഗണനകൾ ഇവർക്ക് നേരിടേണ്ടതായി വരാം. എന്നാൽ ഇവർ പതറില്ല എന്നതാണ് വാസ്തവം. ഭഗവാനെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുവാൻ ഇവർക്ക് സാധിക്കും. അതിനുള്ള ധൈര്യം ഭഗവാനായി തന്നെ നൽകും. ആരുടെയും സഹായത്താലോ ഔദാര്യത്താലോ ജീവിതത്തിൽ ഒന്നും നേടേണ്ടതില്ല, അത്തരത്തിൽ നേടുന്നതിൽ അർത്ഥമില്ല എന്ന് വിചാരിക്കുന്നവരാണ് ഇവർ. അത്തരത്തിൽ ചില കാര്യങ്ങൾ, ചിട്ടകൾ ഇവർക്കുണ്ട് എന്നതും വാസ്തവം തന്നെയാണ്. എന്നാൽ ഉറ്റവരുടെ വിഷമം ഇവർക്ക് കണ്ടു നിൽക്കുവാൻ സാധിക്കുന്നതല്ല. അവർ നിങ്ങളെ അവഗണിച്ചു എന്ന് വരാം. നിങ്ങളെ വിഷമിപ്പിക്കുന്ന രീതിയിൽ പെരുമാറുകയോ വാക്കുകൾ പ്രയോഗിക്കുകയോ ചെയ്തു എന്ന് വരാം. എന്നാൽ ഉറ്റവരുടെയോ വേണ്ടപ്പെട്ടവരുടെയോ വിഷമങ്ങൾ ഇവർക്ക് സഹിക്കാൻ സാധിക്കില്ല എന്നതാണ് വാസ്തവം. അതിനാൽ തീർച്ചയായും ഇവർക്ക് എപ്രകാരം സഹായിക്കുവാൻ സാധിക്കുമോ ആ സഹായമെല്ലാം മറ്റുള്ളവർക്ക് നൽകുന്നവരാണ്. അത് ശത്രുവാണ് എങ്കിലും പല അവസരങ്ങളിലും ആ ശത്രുത മറന്ന് സഹായിക്കുന്നവരാണ് ഇവർ. അത് മനസ്സിന്റെ നന്മയാൽ മാത്രമാണ് ഇപ്രകാരം സംഭവിക്കുന്നത്. ഭഗവാന്റെ കൃപാ കടാക്ഷം ഉള്ളതിനാലാണ് അത്തരത്തിൽ ഒരു മനസ്സ് നിങ്ങൾക്ക് ലഭിച്ചത് എന്നുകൂടി മനസ്സിലാക്കുക. ഭഗവാന്റെ കവചം നിങ്ങളിലുണ്ട്. കുട്ടികൾ പെട്ടെന്ന് അടുക്കുന്നതായ സാഹചര്യം വന്നു ചേരും. കുട്ടികൾക്ക് ഇവരോട് വളരെയധികം സ്നേഹം വന്നു ചേരും. മറ്റുള്ളവരോട് പെട്ടെന്ന് അടുക്കാത്ത കുട്ടികളാണ് എങ്കിൽ പോലും ഇവരോട് പെട്ടെന്ന് അടുക്കുന്നതായ സാഹചര്യം അല്ലെങ്കിൽ അത്തരം കാര്യമാണ് സംഭവിക്കുക. കുട്ടികൾക്ക് ഇവരെ വിട്ടുപിരിയുവാൻ വളരെയധികം വിഷമം വന്നു ചേർന്നു എന്ന് വരാം. കുട്ടികൾ ഇവരെ വളരെയധികം സ്നേഹിക്കുകയും ഇവരുടെ സാമീപ്യം ആഗ്രഹിക്കുകയും ചെയ്യും. കുട്ടികളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കും ഇത്തരത്തിൽ സംഭവിക്കുന്നു എങ്കിൽ അത് ശുഭകരമായ ഒരു സൂചനയായി തന്നെ പരാമർശിക്കാം. നിങ്ങൾക്ക് പണം ഉണ്ടായി എന്ന് വരാം, അല്ലെങ്കിൽ തരക്കേടില്ലാത്ത സാമ്പത്തികമുണ്ട് എങ്കിൽ പോലും നിങ്ങൾ ലളിതമായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ്. അത് സാമ്പത്തികമുണ്ട് എങ്കിലും ഇല്ല എങ്കിലും നിങ്ങൾ വളരെ ലളിതമായി ജീവിതം നയിക്കുന്നവരായിരിക്കും. ഇപ്രകാരം നിങ്ങൾക്ക് സംഭവിക്കുന്നു എങ്കിൽ അതും ശുഭകരമായ ലക്ഷണം തന്നെയാണ്. പലരും നിങ്ങളെക്കുറിച്ച് പല കാര്യങ്ങളും പരാമർശിച്ചു എന്ന് വരാം. എന്നാൽ അതിലൊന്നും നിങ്ങൾക്ക് വിഷമം ഉണ്ടാകണം എന്നില്ല. രാത്രി സമയങ്ങളിൽ ഇവർ കൂടുതലായും ആക്റ്റീവ് അല്ലാത്ത വ്യക്തികളായിരിക്കും എന്ന കാര്യവും ഓർക്കുക. പകൽ സമയങ്ങളിൽ വളരെയധികം ഊർജ്ജസ്വലമായി ഇവർക്ക് പ്രവർത്തിക്കുവാൻ സാധിക്കും. ഈ സമയം പല കാര്യങ്ങളും ഇവർ തങ്ങളെ കൊണ്ട് സാധിക്കും വിധം ആത്മാർത്ഥമായി ചെയ്യുകയും വിജയത്തിൽ എത്തിക്കുകയും നേട്ടങ്ങൾ കൊയ്യുവാൻ സാധിക്കുകയും ചെയ്യാം. എന്നാൽ രാത്രിയായാൽ കാര്യങ്ങൾ മാറും. രാത്രിയായാൽ ഇവർക്ക് ഉത്സാഹക്കുറവ് വന്നു ചേർന്നു എന്ന് വരാം. ആക്റ്റീവ് അല്ലാത്തതായ അവസ്ഥ ഇവർക്ക് വന്നു ചേരും. ഈ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു കാര്യമെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു എങ്കിൽ അത് ശുഭകരമാണ്. ഭഗവാന്റെ കവചം നിങ്ങളിലുണ്ട്. തീർച്ചയായും നിങ്ങൾ സാക്ഷാൽ പരമശിവനെ ആരാധിക്കുക. ശിവമന്ത്രങ്ങൾ നിത്യവും ജപിക്കുകയും സാധിക്കുന്ന അവസരങ്ങളിലെല്ലാം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും സൽപ്രവൃത്തികൾ ചെയ്ത് മുന്നോട്ട് പോവുക. നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാന്റെ കൃപാകടാക്ഷം നാൾക്കുനാൾ വർദ്ധിക്കുക തന്നെ ചെയ്യും. ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിലനിർത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും.